നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോഫ്റ്റ് കോട്ടയിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ നമുക്ക് വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു പ്രിൻറ്റ് വന്നിട്ട് നമുക്ക് സൈഡിലൊരു ബോർഡർ, എൻഡിലൊരു ബോർഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ലൈനിങ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ദുപ്പട്ട വരുമ്പോൾ ഫുള്ളായിട്ടും പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്. ഇപ്പം കണ്ട് നമുക്ക് ആ ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഗ്രീനിൻ്റെ ടോൺ വരുന്നുണ്ട്, ഗ്രേ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോ, ഒരു മസ്റ്റേർഡ് എന്ന് പറയാൻ പറ്റും കുറച്ചും കൂടി ലൈറ്റർ ടോണിലാണ് ഈ യെല്ലോ കളർ വന്നേക്കുന്നത്. 4 കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷനും ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത്. ലൈറ്റ് ഒരു ബ്ലൂ ടോണിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. അതിൻ്റെ സൈഡിൽ നമുക്ക് നല്ലൊരു ബോർഡർ ഉണ്ട്. നല്ല ലൈറ്റ് ഒരു പീച്ച് ടോണിലാണ് ആ ബോർഡർ വന്നേക്കുന്നത്. ടോപ്പിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. 2.5 മീറ്റർ ലെങ്ത് നമുക്ക് ടോപ്പിനുണ്ട്. ദുപ്പട്ട വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ കണ്ടോ, ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. അത് നമുക്ക് ആ ഒരു സൈഡിലെ ബോർഡറിൽ കണ്ട ആ ഒരു പീച്ച് കളർ വെച്ചിട്ട് സെൻറ്ററൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡിലേക്ക് വരുമ്പോൾ 2 ലൈൻസിൽ ആ ഒരു പീച്ച് കളർ. ബോട്ടം ലൈനിങ് നമുക്ക് സെയിം ടോൺ തന്നെ ലൈറ്റ് ഒരു ബ്ലൂ ടോണിലാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ്ങും കോട്ടൺ ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് പാറ്റേൺ വന്നിരിക്കുന്നത് യെല്ലോയിഷ് ടോണിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. നമുക്ക് സെൻറ്ററിൽ ഒരു ഗ്രേ കളറാണ്, നമ്മൾ ബോർഡർ ഒരു ഗ്രേഷ് കളറാണ് വന്നിരിക്കുന്നത്. ബോട്ടം ലൈനിങ്ങും ഒരു ബേജ് കളറിലാണ് വരുന്നത്. നമുക്ക് നല്ലൊരു ഗ്രേ കളറിലാണ് വരുന്നത്. ലൈനിങ്ങും നമുക്ക് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് നമുക്കൊരു ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് നമുക്ക് വന്നേക്കുന്നത്.